സംസ്ഥാന സർക്കാർ ടൈലറിംഗ് മേഖലയെ വഞ്ചിച്ചെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ. അസോസിയേഷൻ ചെമ്മണ്ണാർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂണിറ്റ് സമ്മേളനം സിന്ദാബാദ്, ഏരിയ സമ്മേളനം സിന്ദാബാദ്. തയ്യൽ തൊഴിലാളികൾക്കായുള്ള ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ തങ്ങളെ കബളിപ്പിച്ചത്. ഇതിനെതിരെ നിരന്തര സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ പറഞ്ഞു. ടൈലേഴ്സ് അസോസിയേഷൻ ചെമ്മണ്ണാർ യൂണിറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2020 നമ്മളോട് എത്ര രൂപ അടയ്ക്കാൻ പറഞ്ഞു? 50 രൂപ ക്ഷേമനിധി അംശാദായം അടയ്ക്കുമ്പോൾ ചെറിയൊരു ആനുകൂല്യ വർധനവും വരുത്തുകയും പെൻഷൻ നമുക്ക് എന്ത് ചെയ്തു? 42 വർഷം തുടർച്ചയായി പൈസ അടയ്ക്കുന്ന ഒരു അംഗത്തിന് റീഫണ്ട് തുക 1.5 ലക്ഷം രൂപ തരുമെന്ന് നമ്മളോട് പറഞ്ഞു വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സമയത്താണ് 21 തിരഞ്ഞെടുപ്പൊക്കെ ആയി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പറഞ്ഞതല്ലാതെ വേറൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അതിനെതിരെ നമ്മൾ നിരന്തരം സമരപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർക്കാർ ക്ഷേമനിധിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ പറഞ്ഞ് കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് ക്ഷേമനിധിയായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത്. സംസ്ഥാന ജില്ലാ സമ്മേളനങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. SHG സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. നിത്യോപയോഗ സാധനങ്ങളുടെയും തയ്യൽ സാമഗ്രികളുടെയും വിലവർധനവും റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ അതിപ്രസരവും തയ്യൽ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാക്കിയതായി സമ്മേളനം വിലയിരുത്തി. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തിരഞ്ഞെടുപ്പിൽ ഷൈല ബാബു പ്രസിഡന്റായും ആലീസ് കെ അഗസ്റ്റിൻ സെക്രട്ടറിയും ജൈനമ തോമസ് ട്രഷററുമായിട്ടുള്ള 15-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പരിപാടിയിൽ വെച്ച് വിവിധ കായിക മേഖലകളിൽ മികച്ച വിജയം നേടിയ താരങ്ങളെ ആദരിച്ചു.